അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് മമ്മി വന്നപ്പോഴത്തേക്കും ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടൊരു വേപ്പിൻ്റെ തൈ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് നടാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ പാതിരാത്രി നടാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു ദിവസം കഴിഞ്ഞു, നമ്മളിതുവരെ നട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഏകദേശം വാടി തുടങ്ങി. അപ്പോൾ ഇനി പിടിക്കൂലെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ലിഡിലിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ടിലാണ് നമ്മളിത് നടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കമോൺ. അപ്പോൾ നമ്മൾ വേപ്പിൻ്റെ തൈ നടാൻ വേണ്ടി ലിഡിലിൽ നിന്ന് വാങ്ങിച്ചത് മൾട്ടി പർപ്പസിൻ്റെ ഒരു കമ്പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഗ്രോയിനുള്ള ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് 15 ദിവസം കൂടുമ്പോൾ വെള്ളത്തിൽ കലക്കി ഇടുന്ന സംഭവമാണ്. അപ്പോൾ ഇതിലാണ് നമ്മളിപ്പോൾ ആ ഒരു വേപ്പിൻ്റെ തൈ നടാൻ പോണേ കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം ഇതൊന്നും നമ്മൾ ഫില്ല് ചെയ്യാം. ഈ മൾട്ടി പർപ്പസ് കമ്പോസ്റ്റ് എന്നുള്ളത് വേപ്പിൻ്റെ തൈയൊക്കെ നടാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കമ്പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അതൊക്കെ എനിക്കൊരു ഹെൽപ്പായിരിക്കും. കൃഷിയൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു വേപ്പിൻ്റെ തൈ നമുക്ക് എൻ്റെ വീട്ടിൽ നടണം എന്നുള്ളത്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, അയർലൻഡിലെ കാലാവസ്ഥയിൽ ഇതുപോലത്തെ തൈയൊക്കെ നമുക്ക് പിടിച്ച് കിട്ടുക എന്നുള്ളത് കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സമ്മറാണ്, അതുകൊണ്ട് നമുക്ക് പുറത്തൊക്കെ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വിൻ്റർ ആയി കഴിയുമ്പോഴത്തേക്കും നേരെ റൂം ടെമ്പറേച്ചറിലേക്ക് നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ. രണ്ട് തൈയാണോ? ഓക്കെ, വാ മമ്മി. അങ്ങനെ മമ്മിയെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു തൈ നടാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ തൈ മമ്മിയും രണ്ടാമത്തെ തൈ എൻ്റെ മകനുമാണ് നടന്നത്. അച്ഛൻ മമ്മി ഇത് മണ്ണിട്ടോ. വെക്കട്ടല്ലേ അപ്പം വെക്ക്. അങ്ങനെ മനസ്സിൽ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്ന ആഗ്രഹം ഈ പ്രാവശ്യം മമ്മി വന്നതിലൂടെ സാധിച്ചിട്ടോ. കാരണം ഇതൊക്കെ ചെയ്യുന്നത്, വേപ്പിൻ്റെ തൈയൊക്കെ നടന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷവും കുളിർമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അയർലൻഡിൽ വന്നതിന് ശേഷം 1-2 വീട്ടിലൊക്കെ വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും അവിടെ വീടിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയൊരു പോട്ടിൽ, ഇതുപോലത്തെ ഒരു പോട്ടിൽ വേപ്പിൻ്റെ തൈയൊക്കെ നട്ട് വളർത്തിയത് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയ ഒരു ആഗ്രഹമാണ് എനിക്കും ഇതുപോലെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അവസാനമായി ഞാനൊരു പോട്ടിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത് ഫാസ്റ്റ് ഗ്രോ സീവീഡ് പ്ലാന്റ് ഫെർട്ടിലൈസറാണ്. ഇതും ഞാൻ ലിഡിൽ നിന്ന് തന്നെയാട്ടോ വാങ്ങിയത്. ഇതിലധികം കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് വേപ്പിൻ്റെ തൈക്ക് നല്ലതാട്ടോ. ഫംഗസുകൾ അല്ലെങ്കിൽ പെസ്റ്റുകളൊക്കെ വരുന്നത് തടയും. ഇത് ജൈവവളമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ വേപ്പിൻ്റെ വേരുകൾക്കൊക്കെ നല്ല ബലം കിട്ടും കേട്ടോ. ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കമൻസിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.